നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ, KL അശോകൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ 1ഉം 2ഉം 3ഉം പ്രതികളായ KK മഹേശന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കേൾക്കാത്ത മട്ടിൽ ഇടത് സർക്കാരും കേട്ടിട്ടും അനങ്ങാതെ ഇപ്പോഴത്തെ സർക്കാരും കുറ്റകരമായ നിസ്സംഗത തുടരുകയാണ്. പ്രതി ചേർക്കപ്പെട്ട മൂവർക്കും തങ്ങളെ ഒരു സംവിധാനവും തൊടില്ല എന്ന ആത്മവിശ്വാസം നൽകുന്ന ഉറപ്പോ ഒത്തുതീർപ്പോ നേടിയെടുക്കാനായി എന്ന് ന്യായമായും സംശയിച്ചു പോകാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് 2 വട്ടവും മുഖ്യമന്ത്രി VD സതീശന് 1 വട്ടവും കത്തെഴുതി ആവശ്യപ്പെട്ട VM സുധീരനെ പോലൊരു നേതാവിന് അന്വേഷണ ആവശ്യം പരസ്യമായി വീണ്ടും ഉന്നയിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് കണിച്ചുകുളങ്ങര യൂണിയൻ ഓഫീസിൽ ജീവനൊടുക്കിയ മഹേശനിൽ നിന്ന് കണ്ടെടുത്ത 32 പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ തന്നെ വെള്ളാപ്പള്ളി ബലിയാടാക്കി എന്ന് എഴുതി വെച്ചത് ഒരു അന്വേഷണ സംഘത്തിനും നിസാരമായി തള്ളിക്കളയാനാകില്ല. മഹേശന്റെ ഭാര്യ ഉഷാദേവിയും ബന്ധുക്കളും നടത്തിയ നിരന്തര നിയമ പോരാട്ടത്തിനൊടുവിലും പ്രത്യേക അന്വേഷണം എന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പുതിയ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് പറയുമ്പോഴാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിയുന്ന ആഭ്യന്തരമന്ത്രിയെ കേരളം കണ്ടത്. നീതിക്ക് വേണ്ടി നിലയുറപ്പിച്ച മഹേശന്റെ കുടുംബത്തെ പരസ്യമായി അധിക്ഷേപിക്കുമ്പോഴും വെള്ളാപ്പള്ളിക്ക് സംരക്ഷണമൊരുക്കാൻ സർക്കാർ മൗനം ആയുധമാക്കുകയാണോ? വേണ്ടേ ഇതിൽ ഒരു അന്വേഷണം? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. അയാൾ ആരായിരുന്നു? ഒരു ഗതിയും പരഗതിയില്ലാതെ ഒരു കുടികിടപ്പുകാരനായിരുന്നു ഈ മഹേശൻ. എത്രയോ ജീവിതത്തെ തകർത്താണ്, എത്രയോ പെണ്ണുങ്ങളെ വഴിയാധാരാക്കി. ഇത് പറയാൻ ആരുമില്ലല്ലോ. ഞാനാണ് മോട്ടിച്ചത്, മണിയെ മോട്ടിച്ചത് ഞാൻ തെളിയിക്ക്. ഇപ്പൊ തന്നെ ഒരു കട്ടപ്പുറത്തിരിക്കുന്ന നേതാവ് കയറി വന്നിട്ടുണ്ടല്ലോ, സുധീരൻ. ആർക്കും വേണ്ടാതെ ആലപ്പുഴയിൽ നിന്ന് ഞാൻ ഓടിച്ചാമുണ്ട്. ആ വൈരാഗ്യം തീർക്കാൻ ഇപ്പം 3ാമത്തെ പണിയാണ് എനിക്ക് ചെയ്യണത്. വെള്ളാപ്പള്ളിയെ കുറച്ചൊരു പരിഭ്രാന്തനാക്കിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നെ തോൽപ്പിച്ചത് കൊണ്ടാണ്, എന്നെ കെട്ടിച്ചത് കൊണ്ടാണ് എനിക്ക് വിരോധം എന്ന് അദ്ദേഹം പറയുന്നതിന് ഒരു വാസ്തവവുമില്ല. ഭരണതലത്തിലുള്ള സ്വാധീനം, നേരത്തെ ഉള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസ് അന്വേഷണത്തിൽ നിന്നും അദ്ദേഹം തടി തപ്പിയത്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായിയോട് 2 തവണ ഉന്നയിച്ചു, കത്ത് കൊടുത്തു. ഒരു നടപടിയും ഉണ്ടായില്ല, എല്ലാം തമസ്കരിക്കപ്പെട്ടു. അതൊക്കെ ഇന്നലെ പറഞ്ഞതാണല്ലോ. എല്ലാ ദിവസവും ചോദിച്ചാൽ വേറെ KK മഹേശന്റെ ഭാര്യ ശ്രീമതി ഉഷാദേവി, ശ്രീനാരായണ ധർമ്മവേദിയിലെ ശ്രീ R അരുൺ മയ്യനാട്, കോൺഗ്രസിൽ നിന്ന് ശ്രീ വസന്ത് സിറിയക്, സാമൂഹിക നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവർ ഇന്ന് അതിഥികളാണ് എൻകൗണ്ടറിൽ. ശ്രീമതി ഉഷാദേവി, 2 വട്ടം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതിയും ഇപ്പോൾ VD സതീശന് കത്തെഴുതിയും PM സുധീരൻ എന്ന നേതാവ് മഹേശന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പ്രത്യേക അന്വേഷണം വേണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. കുടുംബവും ഇടപെട്ട ശേഷമാണ് കോടതിയുടെ ഇടപെടലോടുകൂടി ഒരു അന്വേഷണം നടന്നത്. അതിൽ നിങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്താണ് ഈ കാര്യത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നതിൽ സർക്കാരിന് മുന്നിൽ തടസ്സമായിട്ടുള്ളതെന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ 2020 ജൂൺ 24 KK മഹേശൻ അന്തരിക്കുകയാണ്. അന്തരിച്ചതല്ല, കൊന്നെന്ന് തന്നെ ഞാൻ പറയുന്നു. ഇപ്പോൾ 6 വർഷം നാളെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ 6ാമത് ഓർമ്മയാണ്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഇതിൻ്റെ മുന്നിൽ പോകുന്നതിന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞതുപോലെ 2 തവണ 3 തവണ കൊടുത്തു. 2 തവണ നമ്മൾ പരാതി കൊടുത്തു. അത് കിട്ടിയെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചു. അതിനുശേഷം 3ാമത് കൊടുത്തിട്ട് ഒരു വിവരവും ഇല്ല. പിന്നെ അന്ന് ഇതുപോലെ തന്നെ സുധീരൻ സാറ് നമ്മളുടെ വീട് സന്ദർശിക്കുകയും നമ്മോടൊപ്പം നിന്ന് ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മളന്ന് 2 തവണ പരാതി കൊടുത്തത്. പക്ഷേ ഇപ്പോൾ 6 വർഷം പിന്നിടുമ്പോഴും ഒരു അന്വേഷണവും നടന്നിട്ടില്ല. ഇപ്പോൾ പുതിയ സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു പ്രതീക്ഷയാണ്. വീണ്ടും സുധീരൻ സാറുമായിട്ട് നമ്മൾ കാണുകയും അദ്ദേഹത്തിനോട് ഞങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും ഒക്കെ നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 6 വർഷവും കിട്ടാത്ത ഒരു നീതി ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ്
നമ്മൾ ഈ സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ 100% ആ ഒരു അന്വേഷണം ഉണ്ടാകും, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കും എന്ന് തന്നെ നമ്മൾ കരുതിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി 6 വർഷവും എന്താണ് നടന്നത് എന്ന് ചോദിച്ചാൽ, പറയൂ. ഹലോ, എന്താണ് നടന്നതെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി തന്നെ കാരണം പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം വെള്ളാപ്പള്ളി പറയുന്ന പോലെ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഈ കേസിന് എന്തോരം തെളിവുകളുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ ആ യൂണിയൻ ഓഫീസിൽ നിന്ന് എടുത്ത തെളിവുകൾ ഉൾപ്പെടെ ധാരാളം തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലുണ്ട്. പക്ഷെ അതെല്ലാം അടുക്കി ഫയലാക്കി വെച്ചിട്ട് അവർ കേസ് നീട്ടി കൊണ്ടുപോകുന്നു. വെള്ളാപ്പള്ളിയിലേക്ക് അന്വേഷിക്കാനല്ല പോകുന്നത്. KK മഹേശൻ്റെ വീടും പരിസരവും അവൻ്റെ ഉപ്പ് ചിരട്ടവരെ അന്വേഷിച്ച് നിരത്തി കണ്ടുപിടിച്ചിട്ട് അവരെന്താ കണ്ടെത്തിയത് ഇതുവരെ? ഞങ്ങൾ ഈ 6 വർഷവും കോടതി കയറി ഇറങ്ങി നടക്കുന്നു. അവസാനം ഈ ഇലക്ഷന് 2 ആഴ്ച മുമ്പ്, അതുവരെ നമ്മൾ കോടതി നിരീക്ഷണത്തിൽ നമ്മുടെ ഒരു അന്വേഷണം വേണം എന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ആദ്യമെല്ലാം നമുക്കൊരു അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് എടുത്തത്. ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ആ ജഡ്ജ് കേസുകൾ നിരന്തരം ചില ദിവസം മാസത്തിൽ 2 തവണ വിളിച്ചിരുന്നു, ആഴ്ചയിൽ 2 തവണ വിളിച്ച ദിവസങ്ങൾ വരെയുണ്ട്. അപ്പോഴെല്ലാം ഒന്നുകിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാകത്തില്ല, റിപ്പോർട്ട് റെഡിയാവത്തില്ല, അല്ലെങ്കിൽ അവിടെ ആളില്ല, അല്ലെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറിപ്പോയി എന്നിങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങളുമായിട്ട് അവസാനം ഒരു ദിവസം തന്നെ 2 തവണ കേസ് വിളിച്ചു. അപ്പോഴാണ് ഒരു ഇലക്ഷൻ 2 ആഴ്ച മുമ്പാണ് കോടതി തകിടം പറഞ്ഞു. കോടതിയുടെ നിരീക്ഷണത്തിൽ എൻ്റെ ആവശ്യമില്ല, പകരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്നുണ്ട്, അത് പോരേ എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്കത് പോരാ. കാരണം ഈ 6 വർഷമായിട്ട് ഇവർ അന്വേഷിച്ചിട്ട് എന്താ കിട്ടിയത്? ഒരുമില്ല. അവർ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ വീടുകളിൽ പോവുകയോ അവിടുത്തെ ഒരു മൊഴിയെടുക്കുകയോ ചെയ്തതായിട്ട് നമുക്കറിയില്ല. അവരെടുക്കേണ്ട അവരുടെ കയ്യിലിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്കൊരു നീതി നടപ്പാക്കാമായിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? വിശ്വസിക്കുന്നത്, താങ്കൾ കരുതുന്നത് സർക്കാർ ഈ അന്വേഷണത്തെ നീട്ടിക്കൊണ്ടു പോകാനും അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കാനോ അതും അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാനോ സർക്കാർ കൂട്ടുനിന്നു കഴിഞ്ഞ 6 വർഷം എന്നാണോ? അതെല്ലാം ഇതിലെ ഉദ്യോഗസ്ഥരിൽ ചിലർ വേണ്ട പോലെ ഇടപെടുന്നില്ല എന്നാണോ? ഇത് രണ്ടുമുണ്ട്. സർക്കാർ കൂട്ടുനിന്നത് കൊണ്ടാണല്ലോ ഈ 6 വർഷവും സർക്കാർ വെള്ളാപ്പള്ളിയുടെ കൂട്ടത്തിൽ നിന്ന് വെള്ളാപ്പള്ളി പറയുന്നത് മാത്രം കേട്ട്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും സർക്കാരിൻ്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ അവർ ചെയ്യില്ലേ? വെള്ളാപ്പള്ളി അല്ലാതെ ഒരു കേരളം ഭരിക്കുന്ന മന്ത്രി പറയുകയാണ് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പറയുകയാണ് കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ അന്വേഷിക്കത്തില്ലേ? അപ്പോൾ ആ ഒരു നീക്കം ഉണ്ടായില്ലല്ലോ. അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭരണപക്ഷവും ഉദ്യോഗസ്ഥരും എല്ലാം അല്ലെ പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളിയിൽ പണമുണ്ട്, അതുകൊണ്ട് ഇത് വേണ്ട. അപ്പം എനിക്ക് തോന്നുന്നത് അവരുടെ എല്ലാ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കേസ് നീട്ടി അങ്ങ് കൊണ്ടുപോകാൻ, ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ശ്രീമതി ഉഷാദേവി, ഞാൻ ചോദിക്കുന്നതിൽ താങ്കൾക്ക് വിഷമം തോന്നരുത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. 2 പ്രതികരണങ്ങൾ നമ്മൾ കണ്ടത്. ഒന്ന് വെള്ളാപ്പള്ളി നടേശന്റെയും ഒന്ന് തുഷാർ വെള്ളാപ്പള്ളിയുടെയും. തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് കള്ളനെ കള്ളൻ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടതെന്നാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരാൾ, അയാളെ ഞാൻ വളർത്തി വലുതാക്കിയെന്നും സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നും എന്നെ കള്ളനാക്കാൻ ശ്രമിച്ചുവെന്നും ഞാൻ കള്ളനാണെങ്കിൽ എനിക്കെതിരെയുള്ള തെളിവുകൾ കൊണ്ടുവരട്ടെ എന്നുമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. എനിക്കും വിഷമമുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ താങ്കളോട് ചോദിക്കുന്നതിൽ. പക്ഷെ അറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെല്ലാം വലിയ ചർച്ചയായിരുന്നു. ഈ തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ കേൾക്കുമ്പോൾ ശ്രീമതി ഉഷാദേവി എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ ആക്ഷേപ വാക്കുകൾ നമ്മൾ ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയതല്ല, 6 വർഷമായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. ഈ KK മഹേശൻ മരിച്ച ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷം അവിടെ ചേർത്തലയിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിരുന്നതാണ്. ഞാൻ അവിടെ കടയിൽ താഴ്ത്തിരിക്കുമ്പോൾ അയാൾ മുകളിൽ പ്രസംഗിച്ച് ഇങ്ങനെയാണ്: അവൻ കള്ളനാണ്, അവൻ കട്ടുകൊണ്ട് പോയി, അവൻ എത്ര സ്ത്രീകളെ വഴിയാധാരമാക്കിയിട്ടുണ്ട്, അവന് ചേർന്ന ഒരു ഭാര്യയും, അവൾക്ക് വല്ല നാണമുണ്ടോ ഉളുപ്പുണ്ടോ, അവളിതേ താഴത്ത് കടയും തുറന്നു വെച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അത് കേട്ടൊരു ഭാര്യയാണ് ഞാൻ. പക്ഷെ KK മഹേശനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഇന്നലെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളിലേക്കും കൂടെ ഞാൻ പോകുവാണ്. വെള്ളാപ്പള്ളി ഇന്നലെ സത്യം പറഞ്ഞാൽ വെള്ളാപ്പള്ളിയും കുടുംബവും ഡൽഹിയിൽ പോയത് എന്തിനാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി ആയ പത്മഭൂഷൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്.
അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും അയാളുടെ മനസ്സ് മുഴുവൻ ഇവിടെയാണ്. ഈ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമോ, അല്ലെങ്കിൽ പിന്നെ അതിന് പോയ ആൾ ഇവിടുത്തെ ചരിത്രം എന്തിനു വിളമ്പുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ? അത് കേൾക്കുമ്പോൾ അയാൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കേൾക്കുന്നവർ അയാളെ എങ്ങനെയാണ് അയാളുടെ ഭാഷാശുദ്ധി, ഇത്രയും തരംതാണ വർത്തമാനമാണോ ഒരു അവാർഡ് വാങ്ങിക്കാൻ പോകുന്ന മനുഷ്യൻ പറയേണ്ടത്? അപ്പോൾ അതിൽ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ താങ്കൾ എന്നോട് ചോദിച്ചതുപോലെ തന്നെ ഇനി കരയാൻ കണ്ണുനീരില്ല ഞങ്ങൾക്ക്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കരഞ്ഞു, ഇനി കരയാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇന്നലെ അദ്ദേഹം പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞ പ്രതികരണത്തിലേക്ക് തന്നെ ഞാൻ പറയുകയാണ്. 2-3 കാര്യങ്ങൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത് പറഞ്ഞത് അവൻ ഒരു ഗതിയും പരഗതിയുമില്ല, 10 സെൻറ്റിലാണ് താമസിച്ചത്, അവൻ്റെ അമ്മ അപ്പം ചുട്ട് ആണ് നടന്ന സ്ത്രീയാണെന്നൊക്കെ. ശരിയാണ്, അദ്ദേഹത്തിന് ഒരു ഗതിയും പരഗതിയും ഇല്ലായിരുന്നു. അത് സാമ്പത്തികത്തിൽ മാത്രമാണ്. അമ്മ അപ്പം ചുട്ടല്ല, തലച്ചുമടെടുത്തും കൊപ്രാക്കളത്തിൽ പണിയെടുത്തും കടകളിലേക്ക് സാധനം ചുമന്ന് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ അമ്മ കൂഞ്ഞു പിടിച്ച് നടക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥയിലുള്ള ഒരു അമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് M.Com കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും എല്ലാം പഠിപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് അനിയനെ പഠിപ്പിച്ചു. M.Com കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. വീടിൻ്റെ ആ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളിയിൽ ആ അമ്മ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ KK മഹേശൻ എന്ന വ്യക്തിക്ക് വെള്ളാപ്പള്ളിയെ പോലെയല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, വിവരം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സംസാരിക്കാനും എഴുതാനും ഒക്കെ കഴിവുണ്ടായിരുന്നു. ആ കഴിവ് ഈ 25 വർഷം ഉപയോഗിച്ച് ഉയരങ്ങളിലെത്തിയത് വെള്ളാപ്പള്ളി തന്നെയാണ്. കാരണം വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ട് യോഗനാഥത്തിൽ എഡിറ്റോറിയൽ തയ്യാറാക്കാനും വേദികളിലെല്ലാം പ്രസംഗിക്കാൻ പോകുമ്പോൾ അതെല്ലാം തയ്യാറാക്കി കൊടുത്തതും എല്ലാ കാര്യത്തിലും അത് KK മഹേശൻ തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുതന്നെയാണല്ലോ 25-ാം തീയതി KK മഹേശൻ മരിച്ച പിറ്റേ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞ ആ ഒരു പത്രസമ്മേളനം കേട്ട് നോക്കിയാൽ അറിയാൻ പറ്റും മഹേശിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം കുറേ വാഴ്ത്തി പാടിയായിരുന്നു. അപ്പോൾ KK മഹേശിൻ്റെ കഴിവ് എന്താണെന്ന് അപ്പം മനസ്സിലായി. ഇപ്പോൾ ഇവിടെ പോയി ഒരു ഗതിയും പരഗതിയും ഇല്ല. പിന്നെ ശ്രീലമ്പടനാണെന്ന് പറഞ്ഞു. ശ്രീലമ്പടനാണെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ സമൂഹത്തിന് അറിയാം ആരെയാണ് ശ്രീലമ്പടൻ എന്ന് വിളിക്കേണ്ടതെന്നും ആരുടെ വീടിൻ്റെ മുറ്റത്താണ് വഴിയാധാരമാക്കിയവർ വന്നിരിക്കുന്നതെന്നും. ഇന്ന് നാളെ ഇതുവരെ KK മഹേശിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു സ്ത്രീകളും വന്നിട്ടില്ല. പിന്നെന്താ മകൻ പറഞ്ഞു കള്ളനെന്നല്ലാതെ എന്താ വിളിക്കേണ്ടതെന്ന്. ശരിയാണ് സാറേ, കള്ളനെന്ന് തന്നെ വിളിക്കണം, കട്ടവനെ കള്ളനെന്ന് തന്നെ വിളിക്കണം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്ത് ജയിലിൽ പിടിച്ചിട്ടു തുഷാർ വെള്ളാപ്പള്ളിയെ. എന്തിനായിരുന്നു? KK മഹേശിനെ ആയിരുന്നോ ജയിലിൽ പിടിച്ചിട്ടത്? അതോ കക്കാതെ ചുമ്മാ എന്തിനാ ടൂർ പ്രോഗ്രാം ആയിരുന്നു ജയിലിൽ? അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നല്ലോ. അതെന്തിനായിരുന്നു? അത് ഈ സമൂഹം ഒന്ന് ചിന്തിക്കണ്ടേ? അത് അവർ ചിന്തിക്കണ്ടേ എന്തിനായിരുന്നു? പിന്നെ 15 കോടി അടിച്ചുകൊണ്ട് പോകുന്നെന്നാണ് പറഞ്ഞത്. ഈ 15 കോടി അടിക്കുന്ന ചേർത്തല യൂണിയനിൽ കൺവീനർ സ്ഥാനത്ത് KK മഹേശനും ചെയർമാൻ സ്ഥാനത്ത് തുഷാർ വെള്ളാപ്പള്ളിയുമായിരുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരാൾ മാത്രം ഒരു ചെക്കയിൽ ഒപ്പിട്ടാൽ പണം ഏത് ബാങ്കിൽ നിന്നാണ് കൊടുക്കുന്നത്? അപ്പം ചെയർമാൻ ഒപ്പിടാതെ എന്തായാലും പണം പോകത്തില്ല. അപ്പം തുഷാർ വെള്ളാപ്പള്ളി ഒപ്പിട്ട് പണം കൈപ്പറ്റിയിട്ടുണ്ട്. ആ പണം എങ്ങോട്ട് പോയി? അതിനുശേഷം തുഷാർ വെള്ളാപ്പള്ളിയുടെ എന്തൊക്കെ നേടിയിട്ടുണ്ട് എന്ന് KK മഹേശൻ്റെ മരണശേഷം അതും പലരും പുറത്തു വിട്ടിട്ടുണ്ട്, ഭൂമി ഇടപാടുകളെല്ലാം. അതൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ 6 വർഷവും 15 കോടി തിരക്കി ഞങ്ങളുടെ വീട്ടിൽ ഉപ്പുചിരട്ടവർ വെച്ചു. അവസാനം അവരൊരു തീരുമാനത്തിലെത്തി 21 ലക്ഷം രൂപ KK മഹേശന് കടമുണ്ടെന്ന്. ഈ 15 കോടി അടിച്ചുകൊണ്ട് പോന്നിട്ട് ഈ കടം വീട്ടാൻ പോലും KK മഹേശന് പറ്റിയില്ലേ? അപ്പം അതെല്ലാം എവിടെ പോയി? 15 കോടിക്കൊരു വിലയില്ലേ? അപ്പം അത് കണ്ടുപിടിച്ചിട്ട് ആ കട്ടത് ആരാണോ അവനെ കയറി കള്ളനെന്ന് വിളിക്കുക. ആ ആക്ഷേപത്തിന് എനിക്ക് പറയാനുള്ള മറുപടി അതാണ്. പിന്നെ 10 സെന്റിന്റെ കാര്യം പറഞ്ഞു, കുടികിടപ്പുകാരനാണ്. ശരിയായിരുന്നു, 10 സെന്റിൽ പറഞ്ഞോളൂ 10 സെന്റിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. KK മഹേശൻ 10 സെന്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഈ വീടിനോട് ചേർന്ന്, ഇപ്പോഴും ഞങ്ങളുടെ വീട് നിൽക്കുന്ന 10 സെന്റ് സ്ഥലത്തിൽ തന്നെയാണ്. പിന്നെ വീടിനോട് ചേർന്ന് ഞങ്ങളൊരു 17 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നും അതിൻ്റെ രേഖകൾ സഹിതം ആത്മഹത്യാക്കുറിപ്പിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ കൈമാറിയിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി ഈ ഡൽഹിയിൽ പോയി നിന്നുകൊണ്ട് 10 കുടികിടപ്പുകാരനായിരുന്നു, അവൻ 10 സെന്റുകാരനായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കും KK മഹേശൻ ഇവിടെ ഒരുപാട് സമ്പാദിച്ച ഭൂസ്വത്തുകളുണ്ടെന്ന്. അത് വിചാരിക്കാനാണോ വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞത്?
ഈ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് എവിടെയെങ്കിലും KK പേരിലോ അല്ലെങ്കിൽ അയാളുടെ മക്കളുടെ പേരിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഭൂമി ഉള്ളതായിട്ട് കണ്ടെത്തിയോ? അപ്പോൾ ഈ ആക്ഷേപത്തിലൊന്നും ഒരു കാര്യവുമില്ല. കാരണം അദ്ദേഹത്തിന് ആരോടെങ്കിലും ഒരു വൈരാഗ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ആക്ഷേപ വാക്കുകൾ കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വരുമ്പോഴത്തേക്ക് ശ്രീ അരുൺ മയ്യനാട്, ഈ KK മഹേശന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം കുറ്റപത്രമൊന്നും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു കുറ്റപത്രം ആകെ ഏതാണ്ട് 123 കേസുകളിൽ ഒരു കുറ്റപത്രം മാത്രമാണ് ഇപ്പോൾ വിജിലൻസ് ഈ സമർപ്പിക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. 150 കോടിയിലധികം രൂപയുടെ വെട്ടിപ്പ് നടന്ന ഒരു കേസിൽ ഒരു നീക്കവും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടേ ഇല്ല. ഇനി അതിൽ എന്താണ് വിജിലൻസ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വ്യക്തവുമല്ല. തൊട്ടു പിന്നാലെയാണ് ഈ രണ്ടാമത്തെ കേസ്, ഈ KK മഹേശന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്നത്. അവിടെ പ്രതികളായവരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശനുണ്ട്. പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യം പരിഗണിക്കപ്പെട്ടിട്ടില്ല. നടക്കുന്ന അന്വേഷണമാകട്ടെ മുന്നോട്ട് പോകുന്നുമില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംഭവിക്കുന്നത്? ഇതെല്ലാം എന്തുകൊണ്ടാണ് ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും അതേ നിലയിൽ തുടരുന്നത്? വളരെ വേദനാജനകമായ ഒരു ദിനമാണ് ഇന്നത്തെ ഭാരതത്തിലെ ജനങ്ങൾക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി ഞാനത് പറഞ്ഞു തുടങ്ങാമെന്നാണ് കരുതുന്നത്. കാരണം ഭാരതാംബയുടെ പവിത്രതയെ കേന്ദ്ര സർക്കാർ കളങ്കപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് ഇപ്പം നമുക്കറിയാം, മേരി കോം, മോഹൻലാൽ, സച്ചിൻ ടെണ്ടുൽക്കർ, ഉഷ ഉദുപ്പ് ഇവരെല്ലാം ഈ പത്മഭൂഷൺ നേടിയിട്ടുള്ളവരാണ്. അവരുടെ എല്ലാം ആ മേഖലകൾ നമുക്കറിയാം. ഇദ്ദേഹത്തിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നൽകിയത് എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഒരു വലിയ വിഷയമാണ്. ഭാരതത്തിൻ്റെ ഈ പത്മഭൂഷൺ നൽകിയതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ നിരവധി വിഷയങ്ങളിൽ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള ആരോപണ വിധേയനായിട്ടുള്ള ആളാണ് ഇദ്ദേഹം. നമുക്കറിയാം, മൈക്രോ ഫിനാൻസ് അഴിമതി എന്ന് പറയുന്നു. മൈക്രോ ഫിനാൻസ് അഴിമതി എനിക്ക് തോന്നുന്നു കേരളത്തിൽ 20,000 കോടി രൂപയിൽ പുറത്ത് മൈക്രോ ഫിനാൻസ് SNDP യോഗം വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ചരിത്രം തുടങ്ങുന്നത് മൈക്രോ ഫിനാൻസിൽ നിന്നാണ്. 2003-2004 കാലഘട്ടത്തിലാണ് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും SNDP യോഗം മൈക്രോ ഫിനാൻസ് എടുക്കുന്നത്. ആ മൈക്രോ ഫിനാൻസ് എടുക്കുന്ന ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ആ 15 ലക്ഷം രൂപ 15 കോടി രൂപയാണ് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് SNDP യോഗം മൈക്രോ ഫിനാൻസ് എടുത്തിട്ടുള്ളത്. ആ 15 കോടി രൂപയുടെ മൈക്രോ ഫിനാൻസിൽ നടത്തിയിട്ടുള്ള തിരിമറിയെക്കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പേരിലാണ് VS അച്യുതാനന്ദൻ കൊടുത്തിരിക്കുന്ന കേസ്. ബാക്കി വരുന്ന 20,000 കോടി രൂപയുടെ മൈക്രോ ഫിനാൻസ് അഴിമതി നടത്തിയിരിക്കുന്നത് ഭാരതം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് ഞാൻ പറയും. ഭാരതം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് നമുക്കറിയാവുന്നത് ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പാണ്. എന്നാൽ അതിനപ്പുറത്തെ സ്കാമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഭാരതം കണ്ട ഏറ്റവും വലിയ അഴിമതി ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാനായി കഴിഞ്ഞ 20 വർഷക്കാലമായി പലതരത്തിലുള്ള പരാതികളും പലതരത്തിലുള്ള അന്വേഷണങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിനും അന്വേഷണത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും നിരവധി പരാതികൾ ഞങ്ങൾ ശ്രീനാരായണ ധർമ്മവേദി, സഹോദര ധർമ്മവേദി, അങ്ങനെ പല സംഘടനകളുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ ഒരു അന്വേഷണങ്ങളും നടത്തുവാൻ സർക്കാരുകൾക്ക് സാധിക്കില്ല. ഈ സർക്കാരുകൾക്ക് സാധിക്കില്ല എന്ന് പറയുന്ന ആ കാര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന നിയമനങ്ങൾ, അഡ്മിഷനുകൾ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകൾ വരുന്ന കോടിക്കണക്കിന് രൂപ
എങ്ങും രേഖപ്പെടുത്താതെ ഇദ്ദേഹം ഇത് കടത്തിക്കൊണ്ടുപോയി ഹവാല ഇടപാടുകൾ വഴി ഇത് വിദേശത്തേക്ക് കടത്തുന്ന ഒരു പ്രവണതയാണെന്ന് വളരെ നാളുകളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ശ്രീ അരുൺ മയ്യനാട്, ഞാൻ എന്റെ ചോദ്യം ഒന്ന് ആവർത്തിക്കട്ടെ. ഇപ്പൊ അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും താങ്കൾ പറഞ്ഞതുപോലെ വർഷങ്ങളായി ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നു. 123 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആകെ ഒരു കേസിലെ കുറ്റപത്രം സംബന്ധിച്ച കാര്യങ്ങളിലാണ് ഇപ്പോഴും തീരുമാനമായിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കെ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഉണ്ടായില്ല നടപടി, ഈ സർക്കാരിന്റെ കാലത്തും ഉണ്ടാകുന്നതിന്റെ ലക്ഷണം കാണുന്നുമില്ല. ഇത് എന്തുകൊണ്ടായിരിക്കുമെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അതെ, അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ഞാൻ അതിലേക്ക് ഇതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കാണ് കടന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷം ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഈഴവ സമുദായത്തിന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും ആനുകൂല്യം, ഒരു ആനുകൂല്യം ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമുക്ക് ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ നോക്കിയാൽ വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിൽ നിന്ന് നേടിയെടുത്തത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ചാണ് നേടിയെടുത്തിട്ടുള്ളത്. ആ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് കെ മഹേശൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അതിൽ നിന്നുള്ള അന്വേഷണം പിടിച്ചു നിർത്തുക, മൈക്രോ ഫിനാൻസ് അഴിമതി അന്വേഷണം പിടിച്ചു നിർത്തുക, ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം അഴിമതി പിടിച്ചു നിർത്തുക, അതുപോലെ തന്നെ ഡിസ്ക്വാളിഫിക്കേഷനായിട്ടുള്ള കേസിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം മരവിപ്പിക്കുക. ഇത്തരത്തിലുള്ള നിരവധി കേസുകളിൽ നിന്ന് പ്രതിയാക്കപ്പെടാതിരിക്കുവാനുള്ള ഒരു തന്ത്രമാണ് അവിടെ പ്രയോഗിക്കുന്നത്. നേരത്തെ ശ്രീമതി ഉഷാദേവി പറഞ്ഞതുപോലെ കോടതി തകിടം മറിഞ്ഞു എന്ന അന്വേഷണത്തിൻ്റെ ചില വിഷയങ്ങൾ ചെല്ലുമ്പോൾ കോടതികൾ പോലും തകിടം മറിയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളാപ്പള്ളി നടേശനെതിരെ നേരത്തെ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം ഇറക്കിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ വിഷയത്തിലൊരു FIR പോലും ഇട്ടിട്ടില്ലെന്നാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ FIR സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാം കണ്ടതും. ആ FIR ആണ്. ഇതിനകത്ത് ഒന്നാം പ്രതി വെള്ളാപ്പള്ളി നടേശനും, രണ്ടാം പ്രതി അശോകനും, മൂന്നാം പ്രതി ഇദ്ദേഹവുമാണ്. പക്ഷേ സർക്കാർ എന്തുകൊണ്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിലാണ് അച്ഛനും മകനും 2 രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് നടത്തുന്ന ചില സെറ്റിൽമെൻറ്റുകളുടെ ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം എപ്പോഴൊക്കെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ എപ്പോഴൊക്കെയാണ് നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില വിഷയങ്ങൾ ഇവിടെ പതിവുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും നടുക്കിലുള്ളൊരു ബ്രിഡ്ജായി ഈ കുടുംബം മാറിക്കഴിഞ്ഞു. ഈ കുടുംബമാണ് തീരുമാനിക്കുന്നത് എവിടെയാണ് ED റെയ്ഡ് നടത്തേണ്ടത്, എവിടെയാണ് ആരെയാണ് ഭയപ്പെടുത്തേണ്ടത് എന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേരള ഗവൺമെൻറ്റിനെ നിലയ്ക്ക് നിർത്തുവാനും വേണ്ടി വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളിൽ ED റെയ്ഡ് നടത്തി പ്രതികളാക്കാനുമുള്ള ഒരു സംവിധാനം. ശ്രീ അരുൺ മയ്യനാട്, ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഇടപെട്ട് ചോദിക്കട്ടെ. അതായത് ഈ നിയന്ത്രണ രേഖ കേരളത്തിൽ UDF ഭരിക്കുമ്പോഴും നടക്കുന്നുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത്? അതുകൊണ്ടാണോ ആഭ്യന്തരമന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? അതെ, ഞാൻ അതിലേക്ക് കടന്നു വരാം. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സർക്കാർ അധികാരത്തിലേക്ക് തുടർന്ന ദിവസം ശ്രീ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ഒരു റെയ്ഡ് നടന്നു. ആ ആരാണ് ഫാബ്രിക്കേറ്റ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ റെയ്ഡ് വന്നതിൻ്റെ പിറ്റേന്ന് അവിടെ ചില വിഷയങ്ങളുണ്ടായി. ആ വിഷയങ്ങളെ മാറ്റി നിർത്തി അന്വേഷിച്ചാൽ പിറ്റേത്തെ സോഷ്യൽ മീഡിയകളിൽ നോക്കിയാൽ UDFലെ 4 മന്ത്രിമാരെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ BJP പ്ലാറ്റ്ഫോമുകളിലും SNDP യോഗത്തിൻ്റെ പ്ലാറ്റ്ഫോമുകളിലും ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം നമുക്കറിയാം, തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ കാണാൻ ചെല്ലുന്നു. അവിടെ ഒരു ജന്മദിന ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം പോകുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഒരു സന്ദർശനം ഏർപ്പാട് ചെയ്തുകൊണ്ട് SNDP യോഗത്തിൻ്റെ മുഴുവൻ നേതാക്കളെയും ഹരിപ്പാട് വിളിച്ചു വരുത്തി അദ്ദേഹം അങ്ങോട്ട് പോയി സന്ദർശിക്കുന്നു. അപ്പം എന്താണ് ആ സന്ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നിസാരവൽക്കരിച്ച് സംസാരിച്ചു. നമ്മളതിനെ വളരെ നിസാരമായി കളഞ്ഞു. അപ്പോൾ ഈ റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉയർത്തിക്കൊണ്ടുവന്നത് UDFലെ മന്ത്രിമാരുടെ പേരുകളെ ഉയർത്തിക്കൊണ്ടുവന്ന് വില പേശുക എന്നുള്ള തന്ത്രമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി കേരള സമൂഹത്തിൽ നടക്കുന്നതാണ്. ഇത് തന്നെയാണ് കോടതികൾ മേൽ സ്വാധീനം, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേലും സ്വാധീനം ചുമത്തുന്നു. പണം ഉപയോഗിച്ച് ഇവർ എന്തും വിലയ്ക്ക് വാങ്ങുന്നു. നമ്മൾ മനസ്സിലാക്കണം, ശിവഗിരി ശ്രീ അരുൺ മയ്യനാട്. ഏതായാലും ഈ കോടതിയുടെ മേലുള്ള സ്വാധീനം എന്ന് പറയുന്ന ഭാഗമൊന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞ അതിനകത്തുള്ള രാഷ്ട്രീയം എന്ന് പറയുന്ന ഭാഗം, ആ ഭാഗത്തിൽ എന്ത് ഒത്തുതീർപ്പുകൾ, എന്ത് ധാരണ, ഏത് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, എന്ത് മാനേജ്മെന്റ് ആണ് നടക്കുന്നത് എന്ന കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ചെറിയ ഇടവേള എടുക്കുന്നു. ശ്രീ വസന്ത് സിറിയക്ക് നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ ശ്രീജിത്ത് പണിക്കരും. ശ്രീ വസന്ത് സിറിയക്ക്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇതിലെ പ്രത്യേക അന്വേഷണ സംഘം വേണം മഹേശന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പരിശോധനയ്ക്കെന്ന് വി എം സുധീറിനെ പോലൊരു നേതാവിന് കത്തെഴുതി കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസിൽ മുഖ്യമന്ത്രി പദത്തിലെത്തിയ വി.ഡി. സതീശൻ ഈ നാട് അല്ലെങ്കിൽ UDF സർക്കാർ ഭരിക്കുമ്പോൾ വി എം സുധീരൻ ഇതുപോലൊരു കത്തെഴുതുകയും അനക്കമില്ലെന്ന് കണ്ട് അദ്ദേഹം പരസ്യമായി ഈ ആവശ്യം ഉന്നയിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം അത്ര എളുപ്പത്തിൽ മനസ്സിലാകുന്നതല്ല. തൊട്ടു മുൻപ് ഇപ്പോൾ സംസാരിച്ച അരുൺ മയ്യനാട് പറഞ്ഞതുപോലെ ഒരു നെക്സസ്, ഒരു കൂട്ടുകച്ചവടം, ഒരു ഒത്തുതീർപ്പ്, ഒരു ധാരണ ഉണ്ടാക്കാൻ പാകത്തിൽ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും കേന്ദ്രവുമായി അതിൻ്റെ ഒരു മിഡിൽമാനായി, ഒരു ബ്രിഡ്ജായി നിൽക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ ഇടപെടുന്നുണ്ട് എന്ന വിമർശനങ്ങൾ, എന്ന ആക്ഷേപങ്ങളെ ഈ മൗനമൊക്കെ ശരിവെക്കുകയാണോ? ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതെ, കുറ്റപത്രം തയ്യാറായിട്ടില്ല. വിജിലൻസിന് അതിനുള്ള ധൈര്യമുണ്ടോ? വെള്ളാപ്പള്ളി നടേശനെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. വി.ഡി. സതീശന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും ആരെയാണ് കോൺഗ്രസ് ഭയക്കുന്നത്? അല്ല, നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, ഈ സർക്കാരിന് ആരോടും വൈരാഗ്യവുമില്ല, ആരോടും മമതയുമില്ല. ആരോടും പ്രത്യേകിച്ച് മമത കാണിച്ച് ആരെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ശ്രമിക്കുകയില്ല. ആരോടെങ്കിലും വ്യക്തിവൈരാഗ്യം വെച്ച് അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളുടെ രാഷ്ട്രീയ മുൻകാല നിലപാടുകളുടെ പേരിൽ അവരെ ആരും വേട്ടയാടാൻ ഈ സർക്കാർ തയ്യാറുമില്ല. അത് ഭരണകൂട ഭീകരതയുടെ ഭാഗം എന്ന് പറഞ്ഞ് അവരെല്ലാം നമ്മളെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിക്കുമല്ലോ. ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞത് തെറ്റാണ്. വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള അനുമതി വിജിലൻസ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സർക്കാർ UDF സർക്കാർ വന്നതിന് ശേഷമാണ്. ഒരു മാസമായിട്ടുള്ളൂ. വിവിധ കാര്യങ്ങളിൽ സർക്കാർ അല്ല 124 കേസുകളുണ്ട്. കേസുകളിൽ 122 FIR ആണുള്ളത്. 10 വർഷമായി. അല്ല, അതിൽ ഒന്നിലാണ് ഇപ്പൊ അടിയന്തരമായി കൊടുത്തിരിക്കുന്നത്. സർക്കാർ വന്നിട്ട് എത്ര ദിവസമായി? 30 ദിവസമായിട്ടുള്ളൂ. അതിനുള്ളിൽ 10 വർഷമായി അല്ല, പ്രോസിക്യൂഷൻ അനുമതി ആവശ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഇതെല്ലാം ടെക്നിക്കലാണല്ലോ. പ്രോസിക്യൂഷൻ അനുമതി വേണ്ടി വരുന്നത് അവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ വരുന്നതുകൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട് വിജിലൻസിൽ നിന്ന് ഒരു അനുമതി ആവശ്യപ്പെടൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് വരേണ്ടതുണ്ട്. അത് വന്നിട്ടില്ല. ഒറ്റ സെക്കൻഡ് താങ്കൾ സംസാരിച്ചോളൂ. ഒറ്റ കാര്യത്തിൽ ഞാൻ ക്ലാരിറ്റി വരുത്തണം. അപ്പോൾ ശ്രീ വസന്ത് സിറിയക്, താങ്കൾ ഈ ചർച്ചയിൽ പറയുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു കേസിൽ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല അതിന് പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുക എന്നുള്ളത് ഒരു സാങ്കേതികമായ തടസ്സം മാത്രമാണുള്ളത്. മറ്റ് കേസുകളിലും സമാനമായ രീതിയിൽ തന്നെ നടപടി ഉണ്ടാകും. വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കും, കോടതിയിൽ അതെത്തും എന്നാണല്ലോ അല്ലേ താങ്കൾ പറയുന്നത്? താങ്കൾ ഉറപ്പ് നൽകുന്നത് ഈ ചർച്ചയിൽ? ഞാനൊരു 30 സെക്കൻഡ് അതിനകത്ത് ക്ലാരിറ്റി വരുത്താം. അങ്ങ് 5-6 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, അതിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത്. ഈ സർക്കാർ ആരെയും സംരക്ഷിക്കാനുമില്ല, ആരെയും വേട്ടയാടുവാനുമില്ല. 1. 2, ഇതിനു മുമ്പും കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ച് അടക്കം പല കുറി എന്തുകൊണ്ടാണ് നിങ്ങൾ കുറ്റപത്രം വൈകുന്നത് എന്ന് ചോദിച്ചിട്ടും ആ കുറ്റപത്രം സമർപ്പിക്കാനുള്ള അനുമതി വിജിലൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ, പിണറായി വിജയനായിരുന്നപ്പോൾ. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം കോടതി അങ്ങനെ ഒരു ആവശ്യം മുമ്പോട്ട് വെച്ചതിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടുണ്ട്. ഇനി അങ്ങയുടെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട് അത് അതാത് സമയങ്ങളിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഈ സർക്കാർ തീരുമാനിക്കും. ഇനി SIT രൂപീകരണമാണല്ലോ. SIT രൂപീകരണം ഹൈക്കോടതിക്ക് മുമ്പാകെ എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട മഹേശന്റെ ഭാര്യയും അവരും പ്രത്യേകിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ ആവശ്യം മുമ്പോട്ട് വെച്ചതാണ്. അന്നാണ് ഹൈക്കോടതി ഇത് ഞങ്ങളുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്, അങ്ങനെ തന്നെ പോകട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നത്. അതിലിനി പ്രത്യേകിച്ച് പുതിയ ഗവൺമെന്റിന് പുതിയൊരു SIT രൂപീകരിക്കാൻ സാധിക്കുമോ എന്ന നിയമസാങ്കേതികത പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കുകയും ചെയ്യും. ഞങ്ങൾ ആരെയും സംരക്ഷിക്കാൻ വരുന്നത്, ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ആളാരാണ് രാഷ്ട്രീയപരമായി? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ, ഈ ഭരണപക്ഷത്തിരിക്കുമ്പോൾ വേട്ടയാടുന്നതും അതിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നതും ഒക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കണക്കിലെടുക്കാം. കാര്യം ഒരു സർക്കാർ
രൂപീകരിച്ച് സർക്കാർ സംവിധാനവുമായി മുമ്പോട്ട് പോകുമ്പോൾ വിമർശനം കേൾക്കേണ്ടി വരും. എന്നാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം 6 വായിൽ നിന്നാണ് ഞങ്ങൾ കേട്ടത്. അങ്ങനെ ഒരാളെ ഞങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമെന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റല്ലേ? ഞങ്ങളെ സംബന്ധിച്ച് അതിൽ നിയമസാങ്കേതികതയുടെ മാത്രം പ്രശ്നമാണ് നിൽക്കുന്നത്. ഒരു കാരണവശാലും ഇപ്പം നേരത്തെ അരുൺ ആണ് എന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹമൊക്കെ സൂചിപ്പിച്ചതുപോലെ യാതൊരു തരത്തിലുള്ള സെറ്റിൽമെൻറ്റുകൾക്കോ കോംപ്രമൈസുകൾക്കോ ഈ സർക്കാർ തയ്യാറാവില്ല. കാരണം ഞങ്ങൾക്ക് വളരെ കൃത്യമായി ഇതിൻ്റെ അകത്ത് ശ്രീ VM സുധീരൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആശങ്കയുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഈ മഹേശൻ്റെ ഭാര്യ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട ഉഷാദേവി അടക്കം, നമ്മുടെ പാനലിസ്റ്റായ പ്രിയപ്പെട്ട ഉഷാദേവി അടക്കമുള്ളവരുടെ ഈ കേസിൻ്റെ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, ഈ കേസിൻ്റെ വാദിഭാഗമായി നിൽക്കുന്ന അവരെ കൂടി വിശ്വാസത്തിൽ എടുക്കേണ്ടതായി വരും. അവരുടെ കൂടി ആവശ്യങ്ങൾ ഈ സർക്കാർ പരിഗണിക്കും. അതുകൂടി പരിഗണിക്കാനാണല്ലോ ഞങ്ങൾക്ക് മാൻഡേറ്റ് നൽകി ജനം മുമ്പോട്ട് ഞങ്ങളെ വിട്ടിരിക്കുന്നത്. ആ മാൻഡേറ്റിൽ 1% പോലും പങ്കുവയ്ക്കാത്ത ഒരാളാണല്ലോ അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എന്ത് രാഷ്ട്രീയ ലാഭമാണ്, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ ലക്ഷ്യമാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്? അദ്ദേഹത്തെ സംരക്ഷിക്കാനോ പരിധി കടന്ന് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ ശിക്ഷിക്കാനോ ഈ സർക്കാരില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. അല്ല, ആഭ്യന്തരമന്ത്രിക്ക് ഒരു അരവാക്ക് പറയാമായിരുന്നു ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ. അല്ല ശ്രീ ഗോപികൃഷ്ണൻ, അതിന് മുമ്പ് തലേ ദിവസം തന്നെ വളരെ കൃത്യമായി ആഭ്യന്തരമന്ത്രി അത് പറഞ്ഞിട്ടുണ്ട്. അതായത് അത് കോടതിയുടെ മുമ്പാകെ നിൽക്കുന്ന വിഷയമാണ്, അത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. പിന്നീട് ചോദിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇന്ന് 24 നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ബൈറ്റിൽ കാണിക്കുന്ന ശ്രീ രമേശ്, ഇന്നത്തെ ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒഴിഞ്ഞു മാറി ശ്രീ വസന്ത് സരീഖ്. മാത്രമല്ല, ഈ പറഞ്ഞ താങ്കൾ ഇപ്പോൾ ഈ പ്രേക്ഷകർക്ക് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ വിശദീകരിച്ച ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് VM സുധീരനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ല, VM സുധീരൻ എല്ലാ കാലത്തും ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്കുള്ളിലും അതിനുശേഷവും പിന്നീട് എല്ലാ കാലത്തും കേരള പൊതുമനസാക്ഷിയുടെ ഒരു ശബ്ദമായി നിൽക്കുന്ന നേതാവാണ് അദ്ദേഹം. എല്ലാ കാര്യങ്ങളും ഇപ്പം മദ്യനയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വെളിയിൽ വരുന്നുണ്ടല്ലോ, അത് പറയാനും അത് ആ ആശങ്കകൾ മുമ്പോട്ട് വെക്കാനുള്ള സ്പേസ് കോൺഗ്രസിലുണ്ട്. അത് പറയാൻ ഞാൻ അദ്ദേഹത്തിന്റെ സ്പേസിനെ കുറിച്ചല്ല, അദ്ദേഹം തിരുത്തൽ ശക്തിയായി നിൽക്കുന്ന ആളാണെന്ന വ്യക്തിയാണെന്ന് താങ്കൾ വിശേഷിപ്പിച്ചത് കൊണ്ട് ചോദിക്കുകയാണ് ശ്രീ വസന്ത് സരീഖ്. തെറ്റ് കാണുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരുന്നത്. അല്ല, തെറ്റ് കാണുന്നതുകൊണ്ടല്ല, തെറ്റുണ്ടാവാതിരിക്കാനും നമുക്ക് തിരുത്തൽ ശക്തിയായി നിൽക്കാൻ പറ്റും ശ്രീ ഗോപികൃഷ്ണൻ. ഇപ്പം നമ്മുടെ മക്കൾ പെട്ടെന്ന് ഒരു വഴിയിൽ വീഴാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ വിളിക്കില്ലേ അങ്ങോട്ട് പോയാൽ വീഴുമെന്ന് പറഞ്ഞ്? അപ്പോൾ തെറ്റുണ്ടാവാതിരിക്കാൻ ഒരു കരുതൽ ശക്തി, ഒരു സർവൈലൻസ് ഫോഴ്സായി കോൺഗ്രസിനുള്ളിൽ ഒരുപാട് നേതാക്കളുണ്ട്. അങ്ങനെയുള്ളവരിലുള്ള ഒരാളാണ് ശ്രീ VM സുധീരൻ. അപ്പോൾ സർക്കാർ വന്ന് 30 ദിവസം ആയതേ ഉള്ളൂ എന്ന സാങ്കേതികത്വം അദ്ദേഹത്തെ സംബന്ധിച്ച് പരിഗണിക്കേണ്ടതില്ല. അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അതിനുള്ള എല്ലാ സ്പേസും അധികാരവും അവകാശവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ലാസ്റ്റ് വിധിയുണ്ട്, അതിൽ അദ്ദേഹം വാക്കാൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ആ കോടതി വിധി വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വാക്കാലാണ് എങ്കിൽ പോലും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അന്വേഷണ സംഘത്തെ മാറ്റേണ്ടി വരുമോ? അതായത് നിലവിൽ കഴിഞ്ഞ 6 വർഷക്കാലമായി, ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു തരത്തിലുള്ള മുന്നോട്ട് പോകലുകളും ഇതിലുണ്ടായിട്ടില്ല. ഒച്ചിഴയുന്നത് പോലെയാണ് അന്വേഷണ സംഘം മുമ്പോട്ട് പോയത് എന്ന് ഇതേ ബെഞ്ച് പിണറായി വിജയന്റെ കാലത്ത് പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? 1.5 വർഷം മുമ്പാണ്. ഞാൻ ഓർഡർ വേണമെങ്കിൽ അങ്ങേക്ക് അയച്ചു നൽകാം. അതെനിക്കറിയാം. ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമോ എന്ന് അദ്ദേഹം ചോദിക്കുകയും നിശിതമായി വിമർശിക്കുകയും റിപ്പോർട്ട് നൽകാത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ആ പൂർവ്വകാലം നമുക്കറിയാം. ഗോപികൃഷ്ണൻ, അതല്ല ഞാൻ പറഞ്ഞത്. 1.5 വർഷം മുമ്പ് ഇതേ ഹൈക്കോടതിയുടെ ബെഞ്ച് ഈ കേസിൻ്റെ അത് ചോദിക്കുന്നുള്ളൂ. ഒച്ച ഇഴയുന്ന പോലെയാണല്ലോ നിങ്ങൾ ഇഴയുന്നത്. എന്നിട്ടും അത് കേട്ട സർക്കാർ, അന്നുണ്ടായിരുന്ന സർക്കാർ പിന്നീടും ഒച്ച ഇഴയുന്നത് പോലെ തന്നെ ഇഴയാനാണ് അന്വേഷണ സംഘത്തെ വിട്ടത്. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം, UDF ഗവൺമെൻറ് വന്നതിന് ശേഷം കോടതിയിൽ നിന്ന് ആദ്യത്തെ പരാമർശം, അത് വിധിവാചകം പോലുമില്ല, ആദ്യത്തെ പരാമർശം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ ഒച്ചിനെ നമ്മൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഓടുന്ന ഒരു കുതിരയാക്കി മാറ്റിയിട്ടുണ്ട്. അതിനി കുതിരവേഗം കൈവരിക്കാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ കൂടി. ശ്രീ വസന്ത്, ഞാൻ വരാം രണ്ടാം റൗണ്ടിൽ. ശ്രീ ശ്രീജിത്ത് പണിക്കർ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംഭവിച്ചത് വെള്ളാപ്പള്ളി നടേശന് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു ഈ 2 കേസുകളിലും, മൈക്രോ ഫിനാൻസ് കേസിലും അതുപോലെ തന്നെ ഈ KK മഹേഷിന്റെ ആത്മഹത്യാ പ്രേരണ കേസിലുമെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് കാര്യങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കാൻ വിജിലൻസ് അനുമതി നൽകുന്നു. മാത്രമല്ല, അതിന്റെ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന് വേണ്ടിയിട്ടുള്ള അനുവാദം സംബന്ധിച്ച കാര്യങ്ങളിൽ സാങ്കേതികമായ തടസ്സം മാത്രമാണുള്ളത്. ഒച്ച് കൂടുതൽ വേഗത്തിൽ ഓടിത്തുടങ്ങിയിരിക്കുന്നു, കുതിരയായിരിക്കുന്നു. ഇനി അതിവേഗം ആ കുതിര വേഗത്തിലേക്ക് അത് മാറാൻ പോകുന്നു. ഇതാണ് ശ്രീ വസന്ത് ഇവിടെ വിശദീകരിച്ചത്. താങ്കൾക്ക് അതെല്ലാം ബോധ്യപ്പെട്ടോ? ഡിഡ് എവരിതിങ് ഡൈജസ്റ്റ്?
ശ്രീ ഗോപി, ആ രീതിയിലത്തേക്കുള്ള ഒരു കുതിര ഇക്കാര്യത്തിലില്ല. ഇക്കാര്യത്തിൽ ഒച്ച് മാത്രമേ ഉള്ളൂ. ഒച്ചിന് പ്രായം കൂടി വരികയാണ്. അതുകൊണ്ട് ഒച്ചിന്റെ വേഗത ഇനിയും കുറയാനുള്ള സാധ്യതയാണ് ഞാനിതിൽ കാണുന്നത്. ഒച്ച് വേഗത്തിൽ ഓടുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി നമുക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ എല്ലാവരും ഒച്ചാണ് കേട്ടോ. CPM മാത്രമല്ല, കോൺഗ്രസ് മാത്രമല്ല, BJPയും എല്ലാവരും ഇക്കാര്യത്തിൽ ഒച്ചാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ഈഴവ സമുദായത്തിനെ മൊത്തത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈഴവ സമുദായത്തിന് ബുദ്ധിമുട്ടാകും വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിച്ചാൽ എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് എവിടെയോ ആരൊക്കെയോ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒന്നും പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെല്ലാം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീ വസന്ത് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് മമത വിരോധം, ഇങ്ങനെ 2 വാക്കുകളാണ്. അതായത് ഒരാളിനോടും മമതയോടുകൂടി പെരുമാറുന്നില്ല, ഒരാളിനോടും വിരോധം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് ശ്രീ മഹേശന്റെ ഭാര്യയുടെ കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് എങ്ങനെയാണ്? എനിക്ക് കത്ത് കിട്ടിയിട്ടില്ല, മുഖ്യമന്ത്രിക്കാണ് കത്ത് കൊടുത്തത്, എനിക്കതിന്റെ ഒരു കോപ്പിയാണ് കിട്ടിയത് എന്നാണ്. കോപ്പി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്ത് കിട്ടിയെന്നാണോ? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അറിയാം എന്നാണോ? അപ്പൊ ഞാനതിൽ മനസ്സിലാക്കുന്നതിൽ ഒരു ഇൻഡിഫറൻസ് ഉണ്ട്. ഇൻഡിഫറൻസിനെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു നിസ്സംഗത ആ ഒരു പ്രതികരണത്തിലുണ്ട്. ആ നിസ്സംഗത എന്ന് പറയുന്നത് ഒരു ഒച്ചിന്റെ മനോഭാവമാണ്, കുതിരയുടേതല്ല. അപ്പോ എനിക്ക് കത്ത് കിട്ടിയിട്ടുണ്ട്, ത്വരിതഗതിയിൽ വേഗത്തിൽ നടപടികൾ മുന്നോട്ട് പോകും എന്ന് പറയുന്നതാണ് കുതിര. പക്ഷേ വേറൊരാൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിന്റെ കോപ്പി എനിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊപ്പിക്കുന്ന ഒരാൾ കുതിരയുടെ സമീപനമല്ല കാണിക്കുന്നത്, അത് വെറും ഒച്ചിൻ്റേത് തന്നെയാണ് എന്നുള്ളത് സാമാന്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നേരത്തെ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ BJP കേന്ദ്ര സർക്കാർ ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകി ആദരിക്കുകയാണ്. എന്ത് സേവനത്തിനാണ് അത് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതിനോടൊപ്പം ഏതെങ്കിലും പ്രശസ്തി പത്രം ഉണ്ടെങ്കിൽ അത് വായിക്കാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഈ പത്മഭൂഷൺ ഡിസർവ് ചെയ്യുന്നത് പത്മശ്രീയുടെ തൊട്ട് മുകളിലുള്ള പുരസ്കാരമാണ്. അത്രത്തോളം വലിയൊരു സിവിലിയൻ ബഹുമതി അദ്ദേഹം അർഹിക്കുന്ന രീതിയിലത്തേക്കുള്ള എന്ത് കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് അറിയാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ്. പക്ഷെ അതിനൊരു പൊളിറ്റിക്കലായിട്ടുള്ള കണോട്ടേഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. BDJSന്റെ താല്പര്യം ഒരുപക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. തന്നെയുമല്ല, അതൊക്കെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജിന് വേണ്ടി ഈഴവ സമുദായത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന രീതിയിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഒരു സമയത്ത് ഈ പാർട്ടികളൊക്കെ തന്നെ ശ്രമിച്ചിരുന്നതിന്റെ ഒരു തുടർച്ചയാണ്. ആ സമയത്ത് ഒരുപക്ഷെ കോൺഗ്രസ് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ശ്രീ വസന്തിന് വളരെ കൃത്യമായിട്ട് അറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നമ്മുടെ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചിട്ടുണ്ടോ? ആഭ്യന്തരമന്ത്രി അങ്ങോട്ട് പോയി അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടോ? മന്ത്രി ബിന്ദു കൃഷ്ണ പോയി കണ്ടിട്ടുണ്ടോ? മന്ത്രി മോൻസ് ജോസഫ് പോയി കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഇവരൊക്കെ അദ്ദേഹത്തിൽ നിന്ന് തേടുന്നത് അനുഗ്രഹമാണ്. അനുഗ്രഹം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ പോകുന്നത്. അതിൽ ബിന്ദു കൃഷ്ണയ്ക്ക് എന്തിനാണ് ഈ അനുഗ്രഹം വാങ്ങിയത് എന്ന് പോലും പറയാനായിട്ടുള്ള ഒരാവതില്ലാതെയാണ് നമ്മൾ കണ്ടത്. കാരണം അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവരുടെ പ്രതികരണം എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ എന്നായിരുന്നു. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പാലിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്തായാലും അവരല്ല താനും. അതെന്തോ ആയിക്കോട്ടെ, മന്ത്രി ആയിരിക്കാം, പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള വിമർശനം ഉന്നയിച്ചാൽ അതിനെ എന്തോ വലിയ മഹാപാതകമായിട്ട് കാണുന്നതിനും നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് ശ്രീ ഗോപി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ തന്നെ മറ്റൊരു ചാനലിൽ ഒരു ചർച്ചയിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ എതിരെയാണ് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം വെള്ളാപ്പള്ളി നടേശന്റെ സിൽബന്ധികളായിട്ടുള്ള നിരവധി ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നു, നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് സ്നേഹബുദ്ധിയ ഉപദേശിക്കുന്നു. എനിക്കെതിരെ സൈബർ ആക്രമണമുണ്ട്. അപ്പൊ ഈ സൈബർ ആക്രമണത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ്. അതായത് വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചു കഴിഞ്ഞാൽ പണിക്കർ ഈഴവ വിരോധിയാണ്, പണിക്കർ SNDP വിരോധിയാണ്, പണിക്കർ ശ്രീനാരായണ ഗുരുദേവ വിരോധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. രസം എന്താന്ന് വെച്ചാൽ യോഗനാഥത്തിലേക്ക് എനിക്ക് ഒരു ലേഖനം എഴുതി തരൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞാൻ ലേഖനം അങ്ങോട്ട് എഴുതി കൊടുത്തിരിക്കുന്ന ആൾക്കാർ വരെയുണ്ട് ഈ രീതിയിലത്തേക്ക് പറയുന്നത്. അപ്പൊ ഈ ലേഖനം ആവശ്യപ്പെടുന്ന സമയത്തോ പ്രസിദ്ധീകരിക്കുന്ന സമയത്തോ പണിക്കർ ഒരു സവർണ പ്രതീകമാണെന്നോ അദ്ദേഹം ഈഴവ വിരോധിയാണെന്നോ ഒന്നും ഇവർക്ക് അഭിപ്രായമില്ലായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ വലിയ തമാശ. ഈ വിഷയത്തിൽ ഇപ്പോൾ KK മഹേശന്റെ വിഷയത്തിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ മൈക്രോ ഫിനാൻസ് വിഷയത്തിൽ ഉൾപ്പെടെ ഞാൻ പിന്തുണയ്ക്കുന്ന ശ്രീ VM സുധീരനും ശ്രീ VS അച്യുതാനന്ദനും ഏത് സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്? ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ്? രണ്ടുപേരും ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഈ രീതിയിലത്തേക്ക് ഒരു ഇക്വേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഈക്വൽസ് ഈഴവ വിഭാഗം. ഈ നറേറ്റീവ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഇന്ന് കേന്ദ്ര സർക്കാർ ആദരിക്കുന്നത്. അപ്പൊ ഈ പൊളിറ്റിക്കൽ പാറ്റേണേജ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ കരുതുന്നില്ല, ഓണസ്റ്റ്ലി, താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഓണസ്റ്റ്ലി ശ്രീ VD സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയും
എന്ത് തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹത്തിനോട് കാണിക്കുന്നത്, അദ്ദേഹത്തിന്റെ മകനോട് കാണിക്കുന്നത്? ഈ മന്ത്രിസഭയിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം എന്തിനാണ് ഈ തിണ്ണ നിരങ്ങാൻ നമ്മളില്ല എന്നുള്ളൊരു പ്രഖ്യാപനമൊക്കെ നമ്മൾ നേരത്തെ കേട്ടിരുന്നതാണ്. പക്ഷേ തിണ്ണ നിരങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. തിണ്ണ നിരങ്ങുന്ന സമയത്ത് ഉപഹാരവുമായിട്ട് പോകുന്നത് കണ്ടതാണ്, ഷോളുമായിട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് അവിടെ ഇവരെ എല്ലാം തന്നെ കണ്ട് താണു വണങ്ങി അനുഗ്രഹം മേടിച്ചിട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിലത്തേക്കുള്ള സമീപനമാണ് ഇവരുടെ ഭാഗത്തുള്ളത് എങ്കിൽ ഈ ഒച്ച ഇനിയും വേഗത കുറയ്ക്കാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഒച്ച ഓടുന്നത് പോലെ അഭിനയിക്കുകയാണ്, അതല്ലാതെ ഒച്ച ഓടുകയല്ല എന്നുള്ള യാഥാർത്ഥ്യം. ഈ പൊളിറ്റിക്കൽ പാട്രണേജ് ആണ് സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ തൊടാൻ എല്ലാവർക്കുമുള്ള ഭയത്തിന്റെ കാരണമെങ്കിൽ അത് ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ സ്വാധീന വലയത്തിൽ ആ സർക്കാർ നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനെയെല്ലാം തള്ളിപ്പറയുകയും അതിന് മുകളിൽ വിജയക്കൊടി നാട്ടാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയും പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ തിണ്ണ നിരങ്ങാനില്ല എന്ന് പരസ്യമായ നിലപാട് സ്വീകരിക്കുകയും ഈ സത്യവും നീതിയും ധർമ്മവും ഒക്കെ നടപ്പാക്കാൻ ഇതാ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് ഉദ്ഘോഷിക്കുകയും ഒക്കെ ചെയ്ത വി.ഡി. സതീശനെ പോലെ ഒരാൾക്ക് ഇത്തരം ഒരു ചങ്ങലയെ പൊട്ടിച്ചു കളയാൻ കഴിയില്ലേ? അദ്ദേഹത്തിന് മുന്നിൽ എന്താണ് തടസ്സം? അല്ല, അദ്ദേഹത്തിനാണ് അത് കഴിയേണ്ടത്. പക്ഷെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹവും മറ്റുള്ള ആൾക്കാരെല്ലാം റിസീവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ശ്രീ വസന്ത് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ആരോടും മമതയില്ല, അധികാരം കെട്ടി ഇനി ആരോടും വിരോധവുമില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ NSSന്റെ നേതൃത്വത്തിനോട് അദ്ദേഹം അത് കാണിക്കുന്നില്ല. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം NSSന്റെ ആള് ശ്രീ സതീശനെ വളരെ മോശം ആളാണ്, അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ മോശം പദങ്ങളൊക്കെ തന്നെ പറയാമോ അതെല്ലാം ശ്രീ ജി സുകുമാരൻ നായർ പറഞ്ഞു. എന്നിട്ട് അവസാനം അദ്ദേഹം 2 തവണ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് സമയം ചോദിക്കുമ്പോൾ അദ്ദേഹം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. കണക്കായി പോയി എന്ന് മാത്രമേ നായർ സമുദായ അംഗം കൂടിയായിട്ടുള്ള എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളൊക്കെ അവിടെ ഒരു റൈറ്റിയസ്നെസിന്റെ ഭാഗത്താണ്. അവിടെ ശ്രീ വി.ഡി. സതീശൻ ചെയ്തത് ശരിയാണ്. പക്ഷേ ശ്രീ വി.ഡി. സതീശൻ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ ഇത് ചെയ്യാത്തത്? നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ മൈക്രോ ഫൈനാൻസ് കേസ് എന്ന് പറയുന്നത് SNDPയുടെ യോഗ നേതൃത്വം നേരിട്ട് ഇടപെട്ടിരിക്കുന്ന ഒരു തട്ടിപ്പ് എന്ന രീതിയിലാണ്. അതല്ലാതെ ആരെങ്കിലും ചെയ്തപ്പോൾ ഇവരവിടെ അറിയാതെ ഇരുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീജിത്ത് പണിക്കർ താങ്കൾ പറയുന്നത് അബ്സല്യൂട്ട്ലി അതല്ല എങ്കിൽ എങ്ങനെയാണ് 2003 മുതൽ 2014-15 വരെ ഒരു ദശാബ്ദത്തിലേറെ നീണ്ടു നിൽക്കുന്ന കാലത്ത് ഈ രീതിയിലത്തേക്കുള്ള ഒരു തട്ടിപ്പുണ്ടാവുക? ഈ നമുക്കറിയാമല്ലോ, പിന്നാക്ക വികസന കോർപ്പറേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സമയത്തെല്ലാം തന്നെ സ്റ്റാറ്റിക് ആയിട്ട് അവിടെ നിന്നിരുന്ന ആൾക്കാരല്ല, പല ആൾക്കാർ അവിടെ മാറി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറി വന്നിരിക്കുന്ന സമയത്തും എന്തുകൊണ്ടാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരേ നിലപാട് അവിടെ ഉണ്ടായിരുന്നത്? ആർക്കും എന്തുകൊണ്ടാണ് ഇതിലൊരു തെറ്റുണ്ട് എന്ന് കാണാൻ കഴിയാഞ്ഞത്? വ്യാജമായിട്ടുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് ആരും എന്തുകൊണ്ട് അതിൽ ഇടപെട്ടില്ല? വ്യാജ ഉപഭോക്താക്കളെ കണ്ടെത്തിയപ്പോൾ ആരും എന്തുകൊണ്ട് അതിൽ ഇടപെട്ടില്ല? അവർക്കാണ് ഈ പണം കൊടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടായില്ല? സർക്കാരിന്റെ ഫണ്ടാണ് തട്ടിയെടുത്തത് എന്നതുകൊണ്ട് എന്തുകൊണ്ട് അതിൽ നിലപാടുകളും നയവും ഉണ്ടായില്ല? അനുവദനീയമായതിനേക്കാൾ ഏതാണ്ട് 4 ഇരട്ടിയോളം പലിശ ഈടാക്കിയ സമയത്ത് ആരും എന്തുകൊണ്ട് ഇടപെട്ടില്ല? നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ ഇതിൽ വഞ്ചിച്ചു, അപ്പോൾ എന്തുകൊണ്ട് ആരും ഇടപെട്ടില്ല? ഇത് വയനാട്ടിലുള്ള ഒരു യൂണിറ്റിന്റെ മാത്രം വിഷയമല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലുള്ള യൂണിറ്റിൽ ഇതേ മോഡൽ തട്ടിപ്പ് വ്യാപിച്ചു. അപ്പോൾ ആരും എന്തുകൊണ്ട് ഇടപെട്ടില്ല? ഇപ്പൊ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേവലം ഒരു കേസിൽ 10 ലക്ഷം രൂപയുടെ കേസാണ്. ബാക്കി ഏതാണ്ട് 15.25 കോടി രൂപയുടെ കേസുകളാണ് മൊത്തത്തിലുള്ളത്. അപ്പൊ ഇതെല്ലാം ഒറ്റ കേസല്ല, ഈ 120-ൽ പരം കേസുകളുണ്ട്. അത്രയും കേസുകൾ ഉണ്ടാകുന്നത് വരെ ഇവിടെ ആര് കാത്തിരുന്നു? ഞാൻ പറയുന്നത് ശ്രീ V.S. അച്യുതാനന്ദൻ എന്നുള്ള ഒരു മനുഷ്യൻ, വളരെ റൈറ്റിയസ് ആയിട്ടുള്ള അഴിമതിയോട് സീറോ ടോളറൻസ് കാണിച്ചിരുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ കേസ് ഇപ്പോഴും നിൽക്കില്ല. V.S. അച്യുതാനന്ദൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം 2016 ഒരു കേസ് വന്നു. അതിനുശേഷം ഈ 10 വർഷം കഴിഞ്ഞതിന് ശേഷവും ആ കേസ് ഇങ്ങനെ ഒച്ച് പോകുന്നത് പോലെ പോവല്ലേ? V.S. അച്യുതാനന്ദൻ അദ്ദേഹം വളരെ നല്ല ബോധത്തോടും സജീവമായിട്ട് രാഷ്ട്രീയ ഇടപെടലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലയളവിൽ മാത്രമേ ഈ കേസിന് ജീവനുള്ളായിരുന്നു. അതിനുശേഷമോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു ഫേസ് ഔട്ട് ആയി പോകുന്ന ആ ഒരു പീരീഡ് മുതൽ ഈ കേസ് വീണ്ടും അസ്തമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V.S. അച്യുതാനന്ദന് മുമ്പും ശേഷവും അതിലുള്ള V.S.ന്റെ ഇടപെടലിനെ കുറിച്ചും താങ്കൾ ഈ ഘട്ടത്തിൽ ഓർത്തത് നന്നായി. V.S. അന്ന് അദ്ദേഹത്തിന്റെ പൊതുവേദികളിലും അതല്ലാതെ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിലും ഒക്കെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഓർക്കുന്നതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കേൾക്കാം ഒരിക്കൽ കൂടി. ശ്രീജിത്ത് പണിക്കർ, ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകും, അതിനു മുൻപ് നമുക്ക് ആ വാചകങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കാം. നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയും ചതിച്ച ചതിയനായ നടേശനെ കാൽത്തുറുങ്കിൽ അടപ്പിക്കാൻ ആവശ്യമായ നടപടികളെല്ലാം ഞാൻ തന്നെ സ്വീകരിക്കും. എന്റെ പ്രസ്താവന വന്നതിന് ശേഷം നടേശൻ പറയുകയാണ്, V.S. പറഞ്ഞിരിക്കുന്നതൊന്നും ശരിയല്ല, ഞാൻ ഇതുപോലെ വഞ്ചന കാണിച്ചുവെങ്കിൽ തൂക്കുമരമേറാൻ ഞാൻ തയ്യാറാണ് എന്ന്. നടേശു,
മോഷണ കേസില് തൂക്കുമരമില്ല. കൽത്തുറുങ്കിൽ അഴിയണ്ണുകയാണ് കിടക്കേണ്ടി വരും. ഈസിന്റെ ശബ്ദം ശ്രീ ശ്രീജിത്ത് പണിക്കർ, താങ്കൾ ആ സാഹചര്യത്തെ കുറിച്ച് പരാമർശിച്ചതുകൊണ്ട് നമ്മളൊന്ന് ഓർത്തെടുത്തു എന്ന് മാത്രം. ശ്രീമതി ഉഷാദേവി, നേരത്തെ താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഈ നിസ്സംഗ മനോഭാവത്തെക്കുറിച്ച് താങ്കൾക്ക് മനസ്സിലായി. പക്ഷേ പ്രതീക്ഷ മുഴുവനുള്ളത് ഈ സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്നാണ്. നിർഭാഗ്യവശാൽ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘത്തെ വേണം എന്ന ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക്. എന്ത് പ്രതീക്ഷയാണ് താങ്കൾക്ക് ഈ സർക്കാരിലുള്ളത്? എന്താണ് അതിന്റെ അടിസ്ഥാനം? തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് മുന്നിൽ സംസാരിച്ച കോൺഗ്രസ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഈ വന്ന ഗവൺമെൻറ്റിന് ആരോടും മമതയോ അല്ലെങ്കിൽ ആരോടും വൈരാഗ്യ ബുദ്ധിയോ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ കാത്തിരിക്കുന്നു. ആരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്, ആരോടും മമതയും വേണ്ട, ആരോടും വൈരാഗ്യവും വേണ്ട. സത്യസന്ധമായ ഒരു അന്വേഷണം, അത് ഈ 6 വർഷവും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു അന്വേഷണം വെച്ചു, ആരുടെയും ഭാഗത്ത് നിന്ന് അന്വേഷിക്കേണ്ട, സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി ഇതിനൊരു തീരുമാനം ഉണ്ടാകണം, അതിന് കിട്ടും എന്നുള്ളതാണ് വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ, ബഹുമാന്യ മന്ത്രി കോപ്പിയാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു പരാതി കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കോപ്പി, ഒരു പരാതി തയ്യാറാക്കിയിട്ട് അതിൻ്റെ കോപ്പിയാണ് നമ്മൾ സാധാരണ എല്ലായിടത്തേക്കും ഫോർവേഡ് ചെയ്യാറുള്ളത്. നമ്മൾ കൊടുക്കുന്നിടത്തേക്ക് അതനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്, അങ്ങനെ നടത്തിയത്. ഇനി അദ്ദേഹത്തിന് നേരിട്ടൊരു പരാതി കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്, ഉടനെ തന്നെ അത് കൊടുക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഒരു നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുവാണ്. പിന്നെ ഈ കേസുമായിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞു, വെള്ളാപ്പള്ളി ഒരു ഇതായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് തന്നെയല്ലേ KK കേസിൽ 6 വർഷം നടന്നതും. കാരണം ഒട്ടേറെ തെളിവുകളുണ്ട് അവരുടെ കൈവശം. KK മൊബൈൽ ഫോണുണ്ട്. ഇവിടെ വന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒരടുക്ക് ഒട്ടേറെ 10-700ഓളം ആളുകളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. ഈ ഫയലുകളിലുണ്ട്, യൂണിയൻ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത തെളിവുകളുണ്ട്, ഡയറി ഉണ്ട്. എന്ന് വെച്ചാൽ ആ പ്രതികൾ ആണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ അവരെ ഉപയോഗിച്ച ഭാഷ തന്നെ പറയണം, ഒച്ചെഴയുന്നത് പോലെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ കുറേ നാൾ വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ KK മരിച്ചു, തുടർന്ന് ഈ 6 വർഷവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭീഷണിപ്പെടുത്തുകയും, ഇപ്പോൾ തന്നെയാണെങ്കിൽ ഈ അന്വേഷണം വന്ന സമയത്ത് എന്നോട് പലരും വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ മക്കളോടൊന്ന് സൂക്ഷിക്കാൻ പറയണം, അല്ലെങ്കിൽ അനന്തരവനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. കാരണം ഇവരച്ഛനും മകനും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കും. അതുകൊണ്ട് ടീച്ചർ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോഴും ഞാൻ പറഞ്ഞ മറുപടി ഇതാണ്, നമുക്ക് നഷ്ടപ്പെട്ടത് പോയി, ഇനി ഇതിൽ കൂടുതൽ എന്ത് സൂക്ഷിക്കാനാണ്? അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് നീട്ടി ഒച്ചിൻ്റെ വേഗത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറും. അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പിന്നെ KK സ്വാഭാവിക മരണമാണെങ്കിൽ എന്തുകൊണ്ടാണ് സാറേ ഈ 6 വർഷമായല്ലോ, 6 വർഷമായി ഇവരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല, പ്രതികൾ വെള്ളാപ്പള്ളിയൊന്നും അല്ല എന്നവർക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അവസാനിപ്പിക്കുന്നില്ല, ഈ കേസ് ഇത് തള്ളിക്കളയുന്നില്ല? അപ്പോൾ അത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം എന്താ, സംസാരിക്കുന്ന ഒട്ടേറെ തെളിവുകൾ കയ്യിലിരിക്കുവാണ്, അത് കണ്ടില്ലെന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ കേസ് ഇങ്ങനെ എഴിച്ച് നീട്ടി പോവുക എന്നുള്ളത് മാത്രമേ മനസ്സിലായി. ഈ ഗവൺമെന്റില് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ടാണ്. ശരി, ശ്രീ വസന്ത് സിറിയക്, അതായത് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് ആണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തും ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത്. അതിനെ മറികടക്കാനോ അതിനെ പൊട്ടിച്ച് ആ ചങ്ങല പൊട്ടിച്ച് പുറത്തു കിടക്കാനോ UDF സർക്കാരിന് കഴിയുമെന്ന പ്രതീക്ഷയും ശ്രീജിത്ത് പണിക്കറിനെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകർക്കില്ല. പക്ഷേ താങ്കൾ പറയുന്നത് ഇത് മാറ്റത്തിൻ്റെതാണ്, ആരോടും പ്രത്യേകിച്ച് മമതയോ വിരോധമോ ഒന്നുമില്ലാതെ നിഷ്പക്ഷമായി നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സർക്കാരാണ് ഈ വന്നിരിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ KK മഹേഷിന്റെ ഭാര്യ ശ്രീമതി ഉമാദേവിക്ക് താങ്കൾക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ കഴിയുമോ ഈ കാര്യത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയുണ്ടാകും എന്ന്? അല്ല, ഒരു SIT രൂപീകരണത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് കോടതി തന്നെ വേണ്ടതില്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ അന്വേഷണം, അങ്ങനെ പോകട്ടെ എന്ന് തീരുമാനിച്ച കാര്യമാണ്. അതിൽ ഇനി സർക്കാരിന്
സെപ്പറേറ്റ് ഒരു SIT രൂപീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നിയമസാങ്കേതികതയുണ്ട്, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ആവശ്യപ്പെട്ട കണക്കിന് ഒരു വാക്ക് കൊടുക്കാൻ, ഇനി അല്ലെങ്കിൽ പോലും അങ്ങനെ ഇല്ലെങ്കിൽ പോലും കൊടുക്കാനുള്ള യാതൊരുവിധ അധികാരവും എനിക്കില്ല. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം. നോക്കൂ, ഈ നാട്ടിലുള്ള ഏതാണ്ട് എല്ലാ സാമുദായിക നേതാക്കളും ഒരു പക്ഷത്ത് അണിനിരന്ന് നിന്നപ്പോൾ ഇപ്പുറത്തെ പക്ഷത്ത് നിന്ന് ജയിച്ചവരാണ് കോൺഗ്രസും UDF-ഉം. ആ സാമുദായിക നേതാക്കന്മാരെല്ലാവരും ചേർന്ന് തോൽപ്പിക്കുമെന്ന് വിളിച്ചു പറഞ്ഞ പലരും ജയിച്ചു. 10% മാത്രം സ്വന്തം സമുദായ അംഗങ്ങളുള്ളിടത്ത് പോയി VS ജോയി ജയിച്ചു, ഷിയാസി ജയിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് അടക്കം എത്രയോ സീറ്റുകളിൽ അങ്ങനെ ഒരു പുതുയുഗം എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു പുതിയ ട്രെൻഡ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് വെക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ശ്രീ ഗോപികൃഷ്ണൻ. ഏത് ആ പറയുന്ന സമുദായത്തിനപ്പുറത്ത്, മതത്തിനപ്പുറത്ത്, അതിൻ്റെയൊക്കെ ഒരു പാട്രണേജിനപ്പുറത്ത് കാര്യങ്ങളെ കൃത്യമായി നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് ഈ സർക്കാർ നിർവഹിക്കും എന്ന് തന്നെയാണ്. ഒരു മിനിറ്റ് സമയമുള്ളൂ. താങ്കൾ ആ കാര്യത്തിൽ ഒപ്റ്റിമിസ്റ്റിക് ആണോ? നിലവിൽ ഒപ്റ്റിമിസ്റ്റിക് അല്ല. കാരണം ഈ കേസിൽ 10 വർഷത്തോളം വഞ്ചിക്കപ്പെട്ടത് സാധാരണക്കാരാണ്. അത് പുറത്തു വന്നതിന് ശേഷം അടുത്ത 10 വർഷമായിട്ട് അവർക്ക് നീതി കിട്ടിയിട്ടില്ല. ഇപ്പോഴും അവർ തുടർച്ചയായിട്ട് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വഞ്ചിക്കപ്പെട്ട മനുഷ്യരിൽ ഒരാൾ തന്നെയാണ് ശ്രീ KK മഹേശൻ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ആൾക്കാർ കൂടി ഒരുപക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ വിശ്വാസം തിരിച്ച് കാക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടി ഇവിടെ കോൺഗ്രസിനുണ്ട്. ദ ഡെഡ് കനോട്ട് ഡിഫെൻഡ് ദംസെൽസ് എന്നാണ്. മരിച്ചയാളിന് സ്വയം ന്യായീകരിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഇവിടെ ശ്രീ മഹേശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗം, അദ്ദേഹത്തിന്റെ വേർഷൻ അത് കേൾക്കേണ്ടതായിട്ടുണ്ട്. 30 പേജിലധികം നീണ്ടു നിൽക്കുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പഠിക്കപ്പെടണം, അത് വളരെ കൃത്യമായിട്ട് അന്വേഷണ വിധേയമാക്കണം. അതിന്റെ ഭാഗമായിട്ട് ആരാണോ ഈ ഒരു പാതകത്തിന് വേണ്ടി അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്, അതിന് പിന്നിലേക്കുണ്ടായിരുന്ന ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ഈ 15 കോടി രൂപയ്ക്ക് മുകളിലുള്ള തട്ടിപ്പ്, ആ തട്ടിപ്പ് ആരാണ് ആസൂത്രണം ചെയ്തത്, ഇങ്ങനെ വലിയൊരു ഹൈസ്റ്റ്, ഒരു കൊള്ള, അത് പുൾ ഓഫ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്ന ആൾക്കാർ ആരാണ്, അതിന് വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, കോൺഗ്രസിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം കൂടി കാക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇവിടെയുണ്ട്. ഇത് 2 തട്ടും കൂടി ഏതായാലും 15 കോടിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ കാര്യമാണെങ്കിലും KK മഹേഷിന്റെ ആത്മഹത്യാ പ്രേരണ കേസിനാണെങ്കിലും നീതിപൂർവമായ ഒരു അന്വേഷണം എന്നത് അവകാശമാണ്. അത് സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുമോ, അതിനുള്ള ധൈര്യവും ആർജവും ഈ സർക്കാരിനുണ്ടോ എന്നാണ് വരും ദിവസങ്ങളിൽ വ്യക്തമാകാനുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.